മോനെ കഞ്ചൻ മാത്തപ്പ കിണാപ്പ അങ്ങനെ പറഞ്ഞാലേ ആൾക്കാർക്ക് മനസ്സിലാവുള്ളൂ. എടാ കിണാപ്പ, നീ പറഞ്ഞ മിനി താലിബാൻ എന്ന് പറഞ്ഞ ഈരാറ്റുപേട്ടയിൽ കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഒരു നോമ്പുറ എന്ന് പറയും നടന്നിരുന്നു. ആ നോമ്പുറൻ്റെ കുറച്ച് വിഷ്വൽസ് വീഡിയോസ് ഞാൻ നിനക്ക് കാണിച്ചു തരാം. അപ്പം ഇതൊക്കെ കാണുമ്പം ഈ ഒരു കാര്യം മനസ്സിലാക്കണം. നീ ഇതുവരെ കണ്ടിട്ടില്ലാത്ത, അല്ലെങ്കിൽ നീ ഇതുവരെ പോയിട്ടില്ലാട്ടെ, നീ എവിടെയെങ്കിലും ഇരുന്ന് നീ കുണച്ച് ഒരു സ്ഥലത്തിന്, അതൊരു എന്താ പറയുക, രാജ്യം ആയിക്കോട്ടെ, ഒരു സ്റ്റേറ്റ് ആയിക്കോട്ടെ, ഡിസ്ട്രിക്റ്റ് ആയിക്കോട്ടെ, എന്തെങ്കിലും ആയിക്കോട്ടെ, നീ ഇരുന്ന് കുണച്ചങ്ങിട്ട് കൊണവധികാരം കൊണ്ട് ഇല്ലാണ്ടാക്കുന്ന ചില സ്ഥലങ്ങളുണ്ട്. ഈ സ്ഥലങ്ങളുടെ യഥാർത്ഥ അവസ്ഥ എന്താണെന്ന് കിണാപ്പ നീ മനസ്സിലാക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ നിന്റെ അണ്ണാക്കിലേക്ക് ഞാൻ തള്ളിത്തരുന്നത്. ഏതായാലും നീ കണ്ടിട്ട് വാ. നോമ്പുതുറയ്ക്ക് മുന്നായി വലിയ വീട്ടിൽ തറവാട്ടിലെ കാഴ്ചയാണിത്. വിഭവങ്ങളും ക്രമീകരണങ്ങളും ഒരുക്കി ഔസേപ്പച്ചനും ഭാര്യ ജൂലിയും കുടുംബാംഗങ്ങളും. തന്റെ സ്കൂൾ കാലഘട്ടത്തിലെ പ്രിയ സുഹൃത്തുക്കളുടെ എല്ലാം ഒത്തുചേരൽ കൂടിയാണ് ഔസേപ്പച്ചന് ഈ നോമ്പുതുറ. മുഹമ്മദ് അലിയും മാഹിനും ഷെഫീക്കുമെല്ലാം അടങ്ങുന്ന വലിയ സംഘം. വീട്ടുമുറ്റത്ത് നോമ്പുതുറയ്ക്ക് ശേഷം സ്വീകരണ മുറിയിൽ നിസ്കാരം. പത്താമത്തെ വർഷത്തെ ബന്ധമാണ് ഞങ്ങളെല്ലാവരും ഒട്ടം സ്കൂളിൽ പഠിക്കുന്ന ബന്ധമാണിത്. എല്ലാവരും കൂടെ കൂടുതൽ നോമ്പുറ എന്നുള്ളൊരു കാര്യമാണ്. അത് നമ്മൾ ചെയ്തു കൊടുക്കും എന്നുള്ള നമ്മുടെ ഒരു ആവശ്യം അവകാശം കൂടെ കേട്ടോ. അതുകൊണ്ടാണ് സന്തോഷമായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് ആ കാര്യങ്ങളെല്ലാം. വർഷങ്ങളായി നടക്കുന്ന ഈ സ്നേഹസംഗമത്തെ നെഞ്ചിലേറ്റുകയാണ് വലിയ വീട്ടിൽ കുടുംബം. എല്ലാവരും മനുഷ്യരല്ലേ, അങ്ങനെ നമ്മളങ്ങനെ മതം നോക്കിയൊന്നും അല്ല ഇങ്ങനെ ചെയ്യുന്നൊന്നും. എല്ലാവരും കൂടെ കൂടും, അങ്ങനെ സൗഹൃദത്തിൻ്റെ ഇതിൽ നമ്മൾ ഈ ചടങ്ങ് അങ്ങ് നിർവഹിക്കുന്നതേ. പ്രിയ കൂട്ടുകാരനെയും കുടുംബത്തെയും ഓർത്ത് അഭിമാനിക്കുകയാണ് ഇവർ ഓരോരുത്തരും. എൻ്റെ പൊന്ന് കിണാപ്പ, അതൊന്നും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. വലിയ വലിയ തറവാട്ടുകാർ, അല്ലെ വലിയ വലിയ നല്ല നല്ല ആളുകൾ, വലിയ വലിയ തറവാട്ടുകാർ നല്ലത്. അവിടുത്തെ ഒരു വലിയ വീട്ടിൽ തറവാട് എന്ന് പറഞ്ഞാൽ ഈരാറ്റുപേട്ടയിലെ നല്ലൊരു തറവാട്ട് തന്നെ. അവിടുത്തെ ഔസേപ്പച്ചന് അവിടുത്തെ 40-40 വർഷമായിട്ടുള്ള സുഹൃത്തുക്കളെയൊക്കെ കൂട്ടി എല്ലാ കൊല്ലം നടത്തുന്ന ഒരു നോമ്പുതുറയാണ്. ഈ പറഞ്ഞ ഈരാറ്റുപേട്ടയിൽ നീ കൊണ്ട് വിഷം കുത്തി നിറയ്ക്കാൻ നോക്കി ഈരാറ്റുപേട്ടയിൽ നടന്നിട്ടുള്ള കാര്യങ്ങളാണ്. നീ വൈകുന്നേരം 2 വലി വലിച്ച് 2 അടിച്ച് നിൻ്റെ വായി തോന്നുന്ന എല്ലാ വിഷ വർത്തമാനങ്ങളും നിനക്ക് പറയാൻ ഭയങ്കര എളുപ്പമാണ്.